ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി 2023-24 അധ്യയന വർഷത്തെ, അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം, വായിക്കാം, എഴുതാം. സ്കൂളിലെ വീട്. ഞങ്ങളുടെ സ്കൂളിൽ ഉയർന്ന ഒരു കളിസ്ഥലമുണ്ട്. എൻ്റെ കൂട്ടുകാരികളുടെ പേരാണ് ഷീജ, സിന്ധു. എന്നും ഞാൻ കളിസ്ഥലത്തെത്തും, കളിക്കും. സിന്ധുവിനൊരാഗ്രഹമുണ്ട്. അവൾ പറയും, എൻ്റെ വീട് ചെറുതാണ്, അതുകൊണ്ട് ഈ സ്കൂളായിരുന്നെങ്കിൽ എൻ്റെ വീട്. അത് പറഞ്ഞിട്ട് അവൾ ചിരിക്കും. എന്നും അവൾ ഇങ്ങനെ പറയും. അതൊരു ശീലമായി. ഒരു ദിവസം കഷ്ടകാലം തന്നെ. സിന്ധു അങ്ങനെ പറഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നീ വേണമെങ്കിൽ ഇവിടെ താമസിച്ചു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി സിന്ധു നാണിച്ച് ഒറ്റയോട്ടം. ഞങ്ങളും പുറകെ ഓടി. പിന്നൊരിക്കലും അവൾ ആ ആഗ്രഹം പറഞ്ഞില്ല. NG നയനതാര. അപ്പോൾ കൂട്ടുകാർ കഥാഭാഗം വായിച്ചു നോക്കിയല്ലോ. ഇനി നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ്? കൂട്ടുകാർ എന്നും ഒത്തുകൂടുന്നത് എവിടെയാണ്? നമ്മൾ വായിച്ചു. എവിടെയാണ് കൂട്ടുകാരെ? അതെ, കളിസ്ഥലത്താണല്ലേ. ആൻസർ കളിസ്ഥലത്ത്. ഓക്കെ, ദെൻ B ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സിന്ധുവിൻ്റെ സ്വഭാവവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? സ്കൂളിനൊപ്പം വലുപ്പമുള്ള വീട് വേണം. കൂട്ടുകാരികളുമായി ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കും. തൻ്റെ ചെറിയ വീടിനെ കുറിച്ച് അവൾ സംതൃപ്തയായിരുന്നു. അതല്ലേ യോജിക്കാത്തത്? ലാസ്റ്റ് പറഞ്ഞതാണ് തൻ്റെ ചെറിയ വീടിനെക്കുറിച്ച് അവൾ സംതൃപ്തയായിരുന്നു. ഈ പ്രസ്താവനയാണ് യോജിക്കാത്തത്. ദെൻ C ക്വസ്റ്റ്യൻ. നീ വേണമെങ്കിൽ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞത് ആരാണ് കൂട്ടുകാരെ? അതെ, ഹെഡ് മാസ്റ്റർ അല്ലേ. ഓക്കെ, ദെൻ D. തൻ്റെ വീട് സ്കൂൾ ആയിരുന്നെങ്കിലെന്ന് സിന്ധു ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്താണ്? യെസ്, അവളുടെ വീട് എന്താണ്? ചെറുതാണ്. ആൻസർ എന്താണ്? അവളുടെ വീട് ചെറുതാണ്. ദെൻ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. കേട്ട പാതി കേൾക്കാത്ത പാതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂട്ടുകാരെ? അതെ, മുഴുവനായിട്ടും കേൾക്കാതെ. നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ ഇത്, കേട്ട പാതി കേൾക്കാത്ത പാതി. ഇതിൻ്റെ അർത്ഥം എന്താണ്? മുഴുവനും കേൾക്കാതെ. ഓക്കെ, ദെൻ പ്രവർത്തനം 2, വിവരണം തയ്യാറാക്കുക. അയാൾ നടക്കുകയാണ്. മല കയറി, കാടു കടന്ന്, കുന്നിറങ്ങി, വയൽ മുറിച്ച്. മല, കാട്, കുന്ന്, വയൽ എന്നിവിടങ്ങളിലൂടെ നടന്നപ്പോൾ ഉപ്പുകൊറ്റൻ പലവിധ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ നടത്തിയ യാത്രകളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. കൂട്ടുകാർ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. എളുപ്പമുള്ളൊരു പ്രവർത്തനമല്ലേ? ഓക്കെ, ദെൻ B ക്വസ്റ്റ്യൻ എന്താണ്? മലയജ സുരഭില മാരുതനേൽക്കും മലയാളക മാമക രാജ്യം. ഈ വരികൾ എഴുതിയത് ആരാണ് കൂട്ടുകാരെ? അതെ, നമുക്കറിയാം ആരാണ്. ബോധേശ്വരൻ്റെ വരികളാണ് അല്ലേ. ബോധേശ്വരൻ എഴുതിയത് ആരാണ്? ബോധേശ്വരൻ. ഓക്കെ, ദെൻ പ്രവർത്തനം 3 നോക്കാം. വിശകലനക്കുറിപ്പ്. അരിമയിലോണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവല രപ്പുഴ മരവയർ പട്ടിണി പെട്ടവർ കീറി പഴകിയ കൂറ പുതച്ചവർ ഞങ്ങൾ. വൈലോപ്പിള്ളി. ഓണപ്പാട്ടുകൾ. കവിത വായിച്ചല്ലോ. ഓണം ഓരോ കാലത്തും ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഓണം അന്നും ഇന്നും എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളും നിങ്ങളുടെ ഓണ അനുഭവങ്ങളും വിശകലനം ചെയ്യുക. നമ്മൾ ഇതിനൊക്കെ വിശകലനക്കുറിപ്പൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർക്കൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, then നമുക്ക് B ക്വസ്റ്റ്യൻ നോക്കാം. കർക്കിടക മാസത്തിലെ തിരുവോണത്തിൻ്റെ പേരെന്താണ്? കർക്കിടക മാസത്തിലെ തിരുവോണത്തിൻ്റെ പേര് എന്താണ്? അതെ, പിള്ളേരോണമാണല്ലേ. എന്താണ് ആൻസർ? പിള്ളേരോണം. ദെൻ പ്രവർത്തനം 4, പ്രതികരണക്കുറിപ്പ്. പുഞ്ച കൊയ്തേ കളം നിറഞ്ഞേ എന്ന പാഠത്തിൽ കൃഷിയുടെ മനോഹര കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. തേങ്ങൽപ്പാടം എന്ന കവിത വായിക്കും. നമുക്ക് കവിത ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പാടത്ത് മൂവന്തി വന്നു നിന്നു, മേയുന്ന പൈക്കൾ മടക്കമായി. മാളിക കയറ്റുവാൻ സമ്മതിച്ച്, മണ്ണിട്ടു തൂർക്കുവാൻ ഒപ്പുവെച്ച്, തൻ്റെ ജന്മത്തിനൊടുവിലത്തെ കൊയ്ത്തും മെതിയും കഴിഞ്ഞ പാടം. മോഹനകൃഷ്ണൻ കാലടി തേങ്ങൽപ്പാടം. ഇതിൽ നമുക്ക് വേർഡ്സ് നൽകിയിട്ടുണ്ട്. പരിചിതമില്ലാത്ത വേർഡ്സ് എന്താണ്? മൂവന്തി, സന്ധ്യ. തൂർക്കുക മീൻസ് നികത്തുക. എന്താണ്? ഈ കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാമൂഹ്യ പ്രശ്നം തിരിച്ചറിഞ്ഞ് അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രശ്നം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇത് സാമൂഹ്യ പ്രശ്നം തിരിച്ചറിഞ്ഞ് കൂട്ടുകാർ എന്ത് ചെയ്തിട്ടുള്ള പ്രതികരണ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ.
ഓക്കെ, ദെൻ നമുക്ക് പ്രവർത്തനം 5 നോക്കാം. പ്രസംഗം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നു പാടിയ കേരളീയരോടാണ് ഉപ്പുകൊറ്റന് എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ എന്ന് ചോദിക്കേണ്ടി വന്നത്. സമൂഹത്തിൽ ഇന്നും തുടരുന്ന ഇത്തരം വിവേചനങ്ങൾക്കെതിരെ ലഘുപ്രസംഗം തയ്യാറാക്കുക. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ ഒരു പ്രവർത്തനമായിരുന്നല്ലേ കൂട്ടുകാരെ. നമ്മൾ പ്രസംഗം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കൂട്ടുകാർക്കൊക്കെ എളുപ്പമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? അങ്ങയുടെ ശബ്ദം നാരായണത്തിൻ്റേത് തന്നെ, മുഖച്ഛായ പാക്കനാരുടേതും. ആരുടെ വാക്കുകളാണിത്? ആരുടെ വാക്കുകളാണ്? അതെ, ഉപ്പുകൊറ്റനാണ് അല്ലേ. ആൻസർ എന്താണ്? ഉപ്പുകൊറ്റൻ. ദെൻ പ്രവർത്തനം 6 വർണ്ണന. നിറനെന്മണിയാൽ സ്വർണ്ണപ്പാടം ഇളവയിലേറ്റ് തിളങ്ങുന്നു. എന്താണ്? നിറനെന്മണിയാൽ സ്വർണ്ണപ്പാടം ഇളവയിലേറ്റ് തിളങ്ങുന്നു, പല നിറമോലും കിളികൾ പാടും പാട്ടുകൾ നീളെ മുഴങ്ങുന്നു. വയൽ വർണ്ണനയുടെ വരികൾ വായിച്ചല്ലോ. നിങ്ങൾ കണ്ടിട്ടുള്ള വയലിൻ്റെ മനോഹര ദൃശ്യം വർണ്ണിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് എന്താണ്? എളുപ്പമുള്ള പ്രവർത്തനങ്ങളായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ എളുപ്പമുള്ള പ്രവർത്തനങ്ങളായിരുന്നല്ലേ കൂട്ടുകാരെ. വയലിൻ്റെ മനോഹര ദൃശ്യം കൂട്ടുകാർ വർണ്ണിച്ച് എഴുതിയിട്ടുണ്ടാകുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.